അപ്പം ഇത് കൊമേഴ്ഷ്യൽ ആക്കുക എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് വി ആർ സ്പെൻഡിങ് ലോട്ട് ഓഫ് മണി ഓൺ ദിസ്. അപ്പോൾ അത് കൃത്യമായ ഒരു റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റും അതിൻ്റെ ഒരു കൊമേഴ്ഷ്യൽ സ്വഭാവം വേണം. അപ്പം പക്ഷെ എന്നാലും കൊമേഴ്ഷ്യൽ ആക്കുമ്പോൾ ഇവർ അനുഭവിച്ച ജീവിതാനുഭവങ്ങൾ ഒരിക്കലും നമ്മളത് വളച്ചൊടിക്കരുത്. അപ്പോൾ അതൊരു ഫൈൻ ബാലൻസ് ആണ്. ഇവർ അനുഭവിച്ചത് എന്ത് കൊമേഴ്ഷ്യലാവും, എന്ത് വർക്കാവും, പിന്നെ സിനിമയുടെ ഒരു എന്താ പറയുക, ഒരു ടെമ്പോ ഉണ്ട്. ആ ടെമ്പോ ലൂസ് ചെയ്യാണ്ട് ഹൗ ടു അച്ചീവ് ഇറ്റ്, അതൊരു ശ്രമകരമായ ദൗത്യം തന്നെയായിരുന്നു. ഇറ്റ് ടുക്ക് ടൈം, ഓൾമോസ്റ്റ് എൻ ഇയർ ടു അറൈവ് ടു ദ സ്ക്രിപ്റ്റ്. ഒരു സൈഡിൽ ഇവർ അനുഭവിച്ച ഇൻസിഡന്റ്, ഈ ഒരു ഇമോഷൻ ബേസിക്കലി, അതോടൊപ്പം തന്നെ സത്യം പറഞ്ഞാൽ 11 പേരുണ്ടെങ്കിൽ 11 പേരുടെ പെർസ്പെക്റ്റീവ്, അവർ കണ്ട കാഴ്ചകൾ ഒരു ഇൻസിഡന്റ് ആണെങ്കിൽ തന്നെ പല കഥകളായിരിക്കുമല്ലോ അവർക്ക് പറയാനുള്ളത്. അതെ, ഞാനത് പല കഥകൾ എക്സാക്ട്ലി, അതായത് ഞാൻ ഈ 11 പേര് ഫസ്റ്റ് ഇന്റർവ്യൂ ചെയ്താണ് സ്ക്രിപ്റ്റ് ചെയ്യുന്നത്. 11 പേര് ഈ പോലീസുകാരെ രീതി പോലെ മാറ്റിയെത്തി ചോദ്യം ചെയ്യാന്ന് പറയുന്നത്. അതുപോലെ 11 പേര് ഇൻഡിവിജ്വലി, അപ്പോൾ 11 പേരുടെയും വേറിട്ട പെർസ്പെക്റ്റീവ്, അവരെന്താണ് കണ്ടത്, അപ്പൊ അത് ഓരോരുത്തരുടെയും ഭയങ്കര സബ്ജക്റ്റീവ്. അത് ക്യാരക്ടർ ബിൽഡിങ്ങിന് ഭയങ്കര ഹെൽപ്പ് ചെയ്തു. അപ്പം ഓരോരുത്തരുടെയും പെർസ്പെക്റ്റീവ്, അവർ ഒരു ഇൻസിഡന്റ് അവരെങ്ങനെ നോക്കി കാണുന്നത്, അപ്പം അങ്ങനെ ഉണ്ടാക്കിയ ഒരു പരിപാടിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ പറയാ, ബാക്കി ഈ ആൾക്കാരെ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പം ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ ഫുൾ ഇന്റർവ്യൂസ് കൊടുക്കില്ല. അയാളുടെ കാസ്റ്റ് ചെയ്തോ പുള്ളിക്കാരൻ്റെ ഇന്റർവ്യൂ മാത്രമേ കൊടുക്കുള്ളൂ. അപ്പൊ പുള്ളിക്കാരന്റെ പെർസ്പെക്റ്റീവ് മാത്രമേ ഇവർ കാണുള്ളൂ. അപ്പൊ അങ്ങനെ രീതിയിലാണ് നമ്മൾ ഇവർ ആക്ടേഴ്സിനെ ഇനീഷ്യേറ്റ് ചെയ്തത് ഈ ഒരു പ്രോസസ്സിൽ. അതിനെ കൊമേഴ്ഷ്യലായിട്ട് ചിന്തിക്കാൻ നേരത്തെ അപ്പൊ അതായത് ചോദ്യത്തിന്റെ മെയിൻ ചോദ്യം. അപ്പൊ അത് ഞാൻ അഡ്രസ് ചെയ്യാൻ പറ്റില്ല, സോറി. അപ്പം ഇത് കൊമേഴ്ഷ്യൽ ആക്കുക എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് വി ആർ സ്പെൻഡിങ് ലോട്ട് ഓഫ് മണി ഓൺ ദിസ്. അപ്പോൾ അത് കൃത്യമായ ഒരു റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റും അതിൻ്റെ ഒരു കൊമേഴ്ഷ്യൽ സ്വഭാവം വേണം. അപ്പം പക്ഷെ എന്നാലും കൊമേഴ്ഷ്യൽ ആക്കുമ്പോൾ ഇവർ അനുഭവിച്ച ജീവിതാനുഭവങ്ങൾ ഒരിക്കലും നമ്മളത് വളച്ചൊടിക്കരുത്. അപ്പോൾ അതൊരു ഫൈൻ ബാലൻസ് ആണ്. ഇവർ അനുഭവിച്ചത് എന്ത് കൊമേഴ്ഷ്യലാവും, എന്ത് വർക്കാവും, പിന്നെ സിനിമയുടെ ഒരു എന്താ പറയുക, ഒരു ടെമ്പോ ഉണ്ട്. ആ ടെമ്പോ ലൂസ് ചെയ്യാണ്ട് ഹൗ ടു അച്ചീവ് ഇറ്റ്, അതൊരു ശ്രമകരമായ ദൗത്യം തന്നെയായിരുന്നു. ഇറ്റ് ടുക്ക് ടൈം, ഓൾമോസ്റ്റ് എൻ ഇയർ ടു അറൈവ് ടു ദ സ്ക്രിപ്റ്റ്. ഇപ്പൊ ക്യാരക്ടേഴ്സ് ഇപ്പം ഗണപതി ചൂസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ തന്നെയും 11 പേരും എൻ്റയർലി ഡിഫറെന്റ്, ഇവരിൽ നിന്നും എൻ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകളാണല്ലോ. അപ്പം ഈ മാനറിസം ഒക്കെ സെറ്റ് ചെയ്തത് എങ്ങനെയായിരുന്നു ഇവരിൽ നിന്നും? അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ ഓരോ ആക്ട് ചെയ്യുന്നവർക്കും അവരുടെ സ്പെസിഫിക് ക്യാരക്ടേഴ്സിന് ഇന്റർവ്യൂ മാത്രം കൊടുത്തു. അപ്പൊ അത് 2 പ്രാവശ്യം കാണുമ്പോൾ പ്രൊഫഷണൽ ആക്ടേഴ്സ് ഫൈറ്റ്, അവർക്ക് മനസ്സിലാവും എന്താണ് ട്രേറ്റ്, എന്താണ് എന്നുള്ള പരിപാടി മനസ്സിലാവും. അപ്പം അങ്ങനെയാണ് നമ്മൾ അതിന്റെ പ്രോസസ് അച്ചീവ് ചെയ്തത്. പിന്നെ ഫുള്ളായിട്ട് അതിലേക്ക് പോകാനും പറ്റില്ല, കാരണം പകുതിയാണ്, പകുതി ഇവരും പകുതി അവരും, അങ്ങനത്തെ ഒരു ബ്ലെൻഡിലാണ് പരിപാടി പോകുന്നത്. നോർമലി ഇതൊരു റിയൽ ഇൻസിഡന്റ് ബേസ് ചെയ്ത ഒരു സംഭവമാണല്ലോ. അപ്പോൾ റിയൽ ഇൻസിഡന്റ് വേണം. അപ്പോൾ ഒരു സിനിമയിലേക്ക് ആകുമ്പോൾ ഒരു സിനിമാറ്റിക് എലമെന്റ് അല്ലെങ്കിൽ അതിനായിട്ടൊരു ഫാന്റസി എലമെന്റ് എന്തായാലും ഉണ്ടാവുമല്ലോ. ഈ സിനിമയിൽ അങ്ങനെ എന്തെങ്കിലും എലമെന്റ് ഉണ്ടോ, അതോ എന്തെങ്കിലും റിയൽ ആയിട്ടുള്ള? അത് ഞാൻ പറയില്ല, കാരണം അത് പറഞ്ഞാൽ പോയില്ലേ. അല്ല, അതിന് വേണ്ടിയിട്ട് റിയൽ ഇൻസിഡന്റ് കളയോ അങ്ങനെ ഒന്നും കളഞ്ഞിട്ടില്ല. ഇവരുടെ അനുഭവം എത്ര ഒന്നും ചോരാതെ കാണിക്കണം. അതില് നമ്മൾക്ക് സിനിമയുടെ ആവശ്യമായ കഥ പറച്ചിലിന്റെ ഒഴുക്കിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ തീർച്ചയായും സ്വാതന്ത്ര്യം എടുത്തിട്ടുണ്ട്. അത് ഏതാണ് എന്താണെന്നുള്ളത് പറയുന്നത് ശരിയല്ല.